തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ സൂക്ഷിക്കാൻ മ്യൂസിയം സ്ഥാപിക്കാമെന്ന് വിദഗ്ധ സമിതി സുപ്രീം കോടതിയെ അറിയിച്ചു. അമൂല്യ വസ്തുക്കൾ ഘട്ടം ഘട്ടമായി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാം. ക്ഷേത്ര ഭരണസമിതിയും മ്യൂസിയത്തോട് യോജിപ്പ് അറിയിച്ചു. കോടതിയുടെ അനുമതി ലഭിച്ചാൽ 6 മാസത്തിനുള്ളിൽ വിദഗ്ധ സമിതി വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ സ്വത്തുക്കൾ കാണുന്നതിന് പൊതുജനങ്ങൾക്ക് അവസരമൊരുങ്ങിയേക്കും. സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും മ്യൂസിയം സാധ്യമാണോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞതിനെ തുടർന്നാണ് വിദഗ്ധ സമിതി സാധ്യതാ റിപ്പോർട്ട് സമർപ്പിച്ചത്. ബ്രിട്ടനിലെയും ഇറാനിലെയും ലോകപ്രശസ്ത മ്യൂസിയങ്ങളോട് കിടപിടിക്കും വിധമുള്ള മ്യൂസിയം ക്ഷേത്രത്തിൽ സാധ്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 12ാം നൂറ്റാണ്ടിലെ റോമൻ നാണയശേഖരം ഉൾപ്പെടെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള അസംഖ്യം വസ്തുക്കൾ ക്ഷേത്രത്തിലുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച നിലവാരമുള്ള രത്നങ്ങളാണ് നിലവറകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. കേരള ചരിത്രത്തെയും പൈതൃകത്തെയും സംബന്ധിച്ച് അറിവ് പ്രദാനം ചെയ്യാൻ ക്ഷേത്രസ്വത്തിന് കഴിയും. അമൂല്യരത്നങ്ങൾ, ആഭരണങ്ങൾ, പുരാവസ്തുക്കൾ എന്നിവ ഘട്ടം ഘട്ടമായി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാമെന്നാണ് സമിതിയുടെ ശുപാർശ. ക്ഷേത്രത്തിനകത്ത് മ്യൂസിയം സ്ഥാപിക്കുന്നത് സന്ദർശകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ക്ഷേത്രത്തിന് സമീപത്തുള്ള വൈകുണ്ഠം ഓഡിറ്റോറിയമോ മറ്റേതെങ്കിലും സ്ഥലമോ പരിഗണിക്കാം. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കാൻ കഴിയുന്നതിനാൽ മ്യൂസിയത്തിൽ നിന്ന് മികച്ച വരുമാനം ലഭ്യമാകും. മ്യൂസിയം സ്ഥാപിച്ചാൽ സുരക്ഷാ ഭീഷണി ഉണ്ടാകില്ലെന്നും സമിതി അറിയിച്ചു. ക്ഷേത്രസ്വത്ത് സംരക്ഷിക്കാൻ മ്യൂസിയമാകാമെന്ന് ഹൈക്കോടതിയും മുൻ മഹാരാജാവ് മാർത്താണ്ഡവർമ്മയും നിലപാടെടുത്തിരുന്നു. സുപ്രീം കോടതിയുടെ അനുമതി ലഭിച്ചാൽ വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഡോക്ടർ വേലായുധൻ നായരുടെ അധ്യക്ഷതയിലുള്ള വിദഗ്ധ സമിതി. എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി.